ചന്തു നേരെ പോയത് ദേവിയുടെ വീട്ടിലേക്കായിരുന്നു. ഉണ്ണിയുടെ വീട് പണിയായതുകൊണ്ട് ദേവിയുടെ കൂടെയായിരുന്നു ഗൗരിയുടെ താമസം. ഉണ്ണിയും മനുവും ഫാം ഹൗസിലും. ഗൗരിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ദേവി അടുത്തുണ്ട്. ചന്തു ഗൗരിയുടെ തൊട്ടപ്പുറത്തും. വേണ്ട വേണ്ടാന്ന് വെച്ചതുകൊണ്ട് ആ നാറി നിന്റെ മോന്റെ ജീവിതം തകർക്കാൻ ഇറങ്ങിയത്. എന്തൊക്കെ വന്നാലും ശരി, വെറുതെ വിടില്ല ഞാൻ. അമ്മായി പേടിക്കേണ്ട, എല്ലാം ശരിയാവും, ചന്തു ഗൗരിയോട് പറഞ്ഞു. മനുവും ഉണ്ണിയും വരുന്നത് കണ്ടാണ് അവരെ എഴുന്നേറ്റത്. പോലീസ് സ്റ്റേഷനിൽ പോണം, ഉണ്ണി ചന്തുവിനെ നോക്കി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? ദേവി ചോദിച്ചു. അവര് കേസ് കൊടുത്തിരിക്കാം. ഗൗരി ആദ്യോടെ അവനെ നോക്കി. നിങ്ങൾ പേടിക്കേണ്ട, കേസ് നിലനിൽക്കില്ല. ഇന്ന് തന്നെ സത്യം പുറത്തു വരും. അതിന് വേണ്ടതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ എന്നാ ഇറങ്ങുക. വണ്ടിയിൽ കയറുന്ന മുന്നേ ഉണ്ണി ചന്തുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. ഒരു പ്രശ്നവുമില്ലെന്ന് പറയണ പോലെ. സർ, ഇവര് കാരണം ഇപ്പോൾ എന്റെ മോള് ജീവൻ കളയാൻ നോക്കി ഹോസ്പിറ്റലായത്. പണ്ടൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ഥലത്തിന്റെ ആധാരം വാങ്ങി ലോൺ എടുത്തിരുന്നു. കയ്യിൽ പൈസ ഇല്ലാത്തോണ്ട് എനിക്ക് ആ കാശടച്ച ആധാരം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അന്ന് തുടങ്ങിയതാ ഇവർക്ക് ഞങ്ങളോടുള്ള ദേഷ്യവും പകയും. അതാണ് ഞങ്ങളുടെ മോളോട് തീർത്തത്. അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്, മുറപ്പെണ്ണല്ലേ എന്ന് പറഞ്ഞ് എന്റെ മോളെ ഇവൻ പീഡിപ്പിക്കുകയായിരുന്നു സാറേ. ഗംഗാധരൻ പറഞ്ഞു നിർത്തിയപ്പോൾ മാലിനി പൊട്ടിക്കരയാൻ തുടങ്ങി. ഇവന്റെ കാര്യം നേടിക്കഴിഞ്ഞപ്പോ പറയാം അവൻ ഞങ്ങളോടുള്ള ദേഷ്യം തീർത്തതാണെന്ന്. അത് സഹിക്കാൻ കഴിയാതെയാ അവൾ ആത്മഹത്യ ചെയ്യാൻ നോക്കിയത്. മാലിനി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടു വരുന്നത്? SI ചോദിച്ചു. നാട്ടിലൊക്കെ ഈ കാര്യം എല്ലാവരും അറിഞ്ഞു. ഇനി എന്റെ മോൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവോ? അതുകൊണ്ട് സാറേ, ഇവൻ എന്റെ മകളെ വിവാഹം കഴിക്കണം. അത് നാളെ തന്നെ. ഇല്ലെങ്കിൽ ഞാനും എന്റെ മോളും ഭർത്താവും ഒരു വിഷക്കുപ്പിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കേട്ടല്ലോ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? SI മുന്നിലിരിക്കുന്ന ഉണ്ണിയെയും മനുവിനെയും നോക്കി ചോദിച്ചു. സാർ, ഇവർ ഇപ്പോൾ പറഞ്ഞത് ഇവരുടെ വശമല്ലേ? ഇനി സാർ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. എന്നിട്ട് സാറിന് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ഇവിടെ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കെട്ടിച്ചമച്ചതാണ്. അതെനിക്ക് തെളിയിക്കാൻ സാധിക്കും. ഇവിടെ വെച്ച് തന്നെ എനിക്ക് തെളിയിക്കാൻ സാധിക്കും. അമലെ പരിശോധന കഴിഞ്ഞോ? കഴിഞ്ഞിരുന്നു. ആ കുട്ടിയുടെ ദേഹത്ത് പാടുകളുണ്ട്. ആൻഡ് ഷീസ് നോട്ട് വെർജിൻ. അങ്ങനെയാണെങ്കിൽ സാർ, ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത് എന്നെ നുണ പരിശോധനയ്ക്ക് വിധേയാക്കണം. വാട്ട്? താൻ എന്താ പറഞ്ഞത്? അത് കേട്ട് ഗംഗാധരനും മാലിന്യം ഒന്നും ഞെട്ടി. അത് കണ്ട് മനു പുച്ഛിച്ചു. സാർ, ഞാൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുന്ന തെളിവ് എന്റെ കയ്യിലുണ്ട്. അത് മതി എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ. പക്ഷെ അത് മാത്രം പോരാ. കാരണം ഞാൻ അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ തെളിവാണെന്ന് ഇവർ പറഞ്ഞു നടക്കുന്നാട്ടെ. അതുകൊണ്ട് നുണപരിശോധന ടെസ്റ്റ് നടത്തണം. എനിക്ക് ഇവരുടെ മകളുമായി ഒരു ബന്ധവുമില്ല എന്ന് പൂർണ്ണമായി തെളിയിക്കണം. അതുകൊണ്ട് കോടതിയിൽ പോയി ഞാൻ പറഞ്ഞത് നുണയല്ല എന്ന് തെളിയിക്കാൻ നുണപരിശോധനയ്ക്ക് വിധേയാക്കണം. എന്നെ മാത്രമല്ല, ഇവരുടെ മകളെയും ഇവരെയും. അപ്പോൾ അറിയാലോ സത്യം പറയുന്നത് ആരാ, നുണ പറയുന്നത് ആരാണെന്ന്. ഉണ്ണി അവരെ നോക്കി പകയോടെ പറഞ്ഞു. അവന്റെ ഭാവം കണ്ട് ഗംഗാധരനും മാലിന്യം പേടിച്ചു. സാറേ, അതൊന്നും വേണ്ട. സത്യാവസ്ഥയൊക്കെ സാറിന് ബോധ്യപ്പെട്ടതല്ലേ? ഇവൻ എന്റെ മോളെ വിവാഹം കഴിച്ചാൽ മതി. നുണപരിശോധനയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ SI അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഇവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും കല്ലുകടി തോന്നിയിരുന്നു. വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് താനല്ല, ഞാനാ. ഞാൻ തീരുമാനിച്ചോളാം. സർ, ഞങ്ങൾക്ക് പരാതിയില്ല, ഗംഗാധരൻ പെട്ടെന്ന് പറഞ്ഞു. അതെന്താടാ തനിക്കിപ്പോ പരാതിയില്ലെന്ന്? SI എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അത് എന്റെ മോളുടെ ഭാവിക്ക് വേണ്ടി പരാതി പിൻവലിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ ചെയ്താൽ ഇവൻ നിങ്ങളുടെ മകളെ കെട്ടോ? പിന്നെ നിങ്ങളുടെ മകൾക്ക് വേറെ വിവാഹ ജീവിതം ഉണ്ടാകുമോ? ഇവർക്ക് പരാതിയില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്കൊരു പരാതിയുണ്ട്. എന്റെ ജ്വല്ലറിയിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ സ്വർണവും 6 ലക്ഷം രൂപയുടെ ഡയമണ്ടും കാണാതെ പോയതിന് പരാതിയുണ്ട്. ആരാ എടുത്തുകൊണ്ട് പോയതെന്ന് CCTV അടക്കം വ്യക്തമായുണ്ട്. സാർ ഇതൊന്ന് കണ്ടിട്ട് പരാതി എടുത്താൽ മതി. ഉണ്ണി തന്റെ മൊബൈൽ ഫോണിൽ വീഡിയോ ഓണാക്കി SIക്ക് കാണിച്ചു കൊടുത്തു. ഉണ്ണിയുടെ ജ്വല്ലറിയിൽ നിന്ന് അമലയും സെയിൽസ്മാൻ കിരണും കൂടി ചേർന്ന് സ്വർണവും ഡയമണ്ടും മോഷ്ടിക്കുന്നത്. മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ കണ്ട് ഗംഗാധരന്റെ മാലിന്യം ഞെട്ടി പേടിച്ച് പരസ്പരം നോക്കി. സർ, ഇത് ഇന്നലെ നടന്നതാണ്. അതും ഇവർ രണ്ടുപേരും കൂടി വ്യക്തമായി പ്ലാൻ ചെയ്തത്. സർ, ഇന്നലെ 2ാം ശനിയാഴ്ച ആയതുകൊണ്ട് കട ക്ലോസ് ആയിരുന്നു. വെള്ളിയാഴ്ച രാത്രി തന്നെ ശനിയാഴ്ച കറണ്ട് ഉണ്ടാവില്ല എന്ന അറിയിപ്പ് കിട്ടിയിരുന്നു. അതുകൊണ്ട് ജനറേറ്റർ ഓണാക്കി ഞങ്ങൾ പോയി. കട ക്ലോസ് ആയിട്ടും സ്റ്റോക്കുകാരി അറിയാൻ വേണ്ടി ഇതിൽ കാണുന്ന കിരണിനെ വിളിച്ച് ഞാൻ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് കിരൺ എന്നോട് വന്ന് പറഞ്ഞു ജനറേറ്റർ വർക്ക് ആവുന്നില്ല, കേടു വന്നിരിക്കുന്നുവെന്ന്. ഞാൻ പറഞ്ഞു ഒക്കെ വേഗം ചെക്ക് ചെയ്ത് കട ക്ലോസ് ചെയ്ത് വരാൻ. ഇന്ന് രാവിലെ പോയി നോക്കുമ്പോഴാണ് ജനറേറ്റർ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന്. ഇത് കണ്ട് എനിക്ക് സംശയം തോന്നി. കടയിൽ കയറി ഞാൻ CCTV ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കിട്ടിയത്. ജനറേറ്റർ ഓഫാക്കിയാലും CCTV ക്യാമറ 24 മണിക്കൂർ ബാറ്ററി മുഖേന വർക്ക് ചെയ്യുന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു. ഇതുകൊണ്ട് സാറിന് കണ്ട് പരാതി തരാൻ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത മിനിറ്റാണ് സാർ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കേസ് ഇവിടെ ഉള്ളതായി എന്നെ അറിയിക്കുന്നത്. ഇനി പറയൂ സാർ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ എനിക്കെതിരെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ?
ഇത് സത്യമല്ലെന്ന് തെളിയിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് നുണ പരിശോധനയ്ക്കും ഞാൻ തയ്യാറാണ്. ഇതിനോടകം നാട്ടിൽ എല്ലാവരും അറിഞ്ഞു. പലരും എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. എനിക്ക് നാട്ടിലുണ്ടായിരുന്ന പേരാണ് ഇവരും ഇവരുടെ മകളും കൂടി ചേർന്ന് ഇല്ലാതാക്കിയത്. ഇവര് പറഞ്ഞില്ലേ ഇവരുടെ കാശ് തരാൻ സാധിക്കാത്ത കൊണ്ടുള്ള ദേഷ്യമായിരുന്നു എന്ന്. അല്ല സാർ, അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. സാർ, ഇവർ ഇതിനു മുന്നേ ഉണ്ണിയെയും ഉണ്ണിയുടെ അമ്മ ഗൗരിയമ്മയും പറ്റിച്ചിട്ടുണ്ട്. ഇവരുടെ മകൾക്ക് ഹാർട്ടിന് അസുഖമാണെന്ന് പറഞ്ഞ് ഗൗരിയമ്മയുടെ കയ്യിൽ നിന്ന് ആധാരം വാങ്ങിക്കൊണ്ടുപോയി ലോൺ എടുത്ത് പണയം വെച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇൻഷുറൻസ് തുക ആയി 25 ലക്ഷം കിട്ടി. അന്ന് ഇവർക്കൊരു ആവശ്യം വന്നപ്പോൾ ആ ലോൺ അടച്ച ആധാരം ചോദിച്ചപ്പോൾ ഇയാൾ തരില്ല എന്ന് പറഞ്ഞ് ഇവരെ പറ്റിച്ചതാണ്. അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല സാർ, ഇയാൾക്ക് എങ്ങനെ ഇൻഷുറൻസ് കിട്ടിയെന്നറിയോ? ഇയാളുടെ സ്വന്തം കട തീ വെച്ചിട്ടാ. അത് ഇൻഷുറൻസ് കമ്പനി അറിഞ്ഞ് ഇയാൾക്കെതിരെ കേസിന് പോയി. കേസ് നടത്താൻ വീട് പണയം വെച്ചു. അവസാനം ജപ്തിയായി. വീട് ജപ്തിയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ സാർ? കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ജപ്തി തടയാൻ നോക്കും. പക്ഷെ ഇയാളുടെ പേരിൽ ഇപ്പോൾ 10 സെന്റ് സ്ഥലമുണ്ട്. അത് വിൽക്കാതെ വീട് ജപ്തി ചെയ്തപ്പോൾ നേരെ ഉണ്ണിയുടെ വീട്ടിൽ വന്ന് അവിടെ താമസിക്കാൻ നോക്കി. അന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടതിന്റെ ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ വീടിനടുത്തുള്ള വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ ഓരോന്ന് പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങിയതാ. ശല്യം സഹിക്കാതെ ഇവന്റെ ജ്വല്ലറി ജോലി കൊടുത്തു. പിന്നെ അവിടെയായിരുന്നു ശല്യം ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം അമലയുമായി വിവാഹത്തിന് ഉണ്ണി സമ്മതിക്കണമെന്ന് പറഞ്ഞു വന്നു. നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ വന്നാലും ഇവനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാ ഇന്നലെ അവിടെ നിന്ന് ഇവർ ഇറങ്ങിയത്. മനു ഗംഗാധരനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, ഈ കേട്ടതൊക്കെ ശരിയാണോടോ? പറയടോ. ഒരബദ്ധം പറ്റിപ്പോയതാണ് സാറേ, ഞങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾക്കിനി പരാതി ഉണ്ടാവില്ല, പക്ഷെ ഇവർക്ക് പരാതി ഉണ്ടാവും. മോനെ ഉണ്ണി, ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കില്ല. കേസിന് പോകരുത്. സാർ, നാട്ടിൽ മൊത്തം ഇത് അറിഞ്ഞു കഴിഞ്ഞു. ഇവരെ വെറുതെ വിട്ടാലും ഇവര് പറയും ഞാൻ കാശ് തന്ന സാറിനെ സ്വാധീനിച്ച് കേസില്ലാതെ ആക്കിയതാണെന്ന്. ഇവരുടെ മകളെ ഞാൻ പീഡിപ്പിച്ചത് തന്നെയാണെന്ന് പറയും. ഈ ചീത്തപ്പേര് പിന്നെ പോകില്ല. എനിക്ക് നല്ല വിവാഹാലോചനയും വരില്ല. അതുകൊണ്ട് സാർ എനിക്ക് സഹായം ചെയ്യണം. ഉണ്ണി പറയൂ, താങ്കൾക്ക് എന്ത് സഹായമാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്? SI ചോദിച്ചു. അതേസമയം അമ്മേ, ദേ നോക്കിയേ. അഭിരാമി സരോജിനിയുടെ ഫോൺ നീട്ടി. ഉണ്ണിയുടെ ജ്വല്ലറിയിൽ നിന്നും അമലയും കിരണും ഗോൾഡൻ ഡയമണ്ടും മോഷ്ടിക്കുന്ന CCTV ദൃശ്യം. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കിരണും അമലയും ഗംഗാധരനും മാലിന്യം പറയുന്നു. മോഷ്ടിച്ചത് പിടിക്കപ്പെട്ടപ്പോൾ കേസാവാതിരിക്കാൻ ഉണ്ണിയുടെ പേര് കള്ളക്കേസ് കൊടുത്തതാണെന്ന് 4 പേരും കുറ്റം സമ്മതിക്കുന്ന വീഡിയോ. മണിക്കൂറുകൾ കൊണ്ട് ഉണ്ണിയെ ക്രൂശിച്ചവർ മിനിറ്റുകൾ വെച്ച് ഗംഗാധരനെയും കുടുംബത്തെയും ക്രൂശിക്കാൻ തുടങ്ങി. ഇതേ വീഡിയോ ലോക്കൽ ചാനലിലും പത്രങ്ങളിലും വന്നപ്പോഴാണ് ഗൗരിക്കും ബാക്കിയുള്ളവർക്കും സമാധാനമായത്. അച്ഛാ, വാതിൽ തുറക്ക്. രാത്രി ജിത്തു വന്ന് ഹരിയുടെ വാതിൽ കൊട്ടുന്നത് കേട്ടാണ് ഹരിയും ഓമനയും എഴുന്നേറ്റത്. അച്ഛാ, സീതമ്മ വിളിച്ചു. മാളിന് വേദന തുടങ്ങി. 1 മിനിറ്റ്, ഞാൻ ഷർട്ട് ഇട്ടോട്ടെ, നീ വണ്ടി എടുത്തിട്ട് നിന്നോ. ശരി അച്ഛാ. ഹരി പോയി ഡ്രസ് മാറാൻ നിന്നു. ഞാൻ വരണ്ടേ? വേണ്ട. അതെന്താ ഞാൻ വരണ്ടെന്ന് പറയാൻ? എന്റെ മകന്റെ കുഞ്ഞല്ലേ. കുഞ്ഞ് ജനിച്ച ഞാനല്ലേ ആദ്യം വാങ്ങേണ്ടത്. എനിക്ക് നിന്നോട് തർക്കിച്ച് സമയം കളയാനില്ല ഓമനെ. ആ കുട്ടി വേദന അനുഭവിച്ച് കിടക്കാം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണം. പിന്നെ നീ അവിടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാ വരണ്ടാന്ന് പറഞ്ഞത്. അത്രയും പറഞ്ഞ് ഹരി ഇറങ്ങി. ഓമന പോയി സുഖമായി കിടന്നുറങ്ങി. മാള് വേദനയുടെ കാലിൽ കയറി. ജിത്തുവാണ് വണ്ടി ഓടിക്കുന്നത്. ഹരി മുന്നിലുണ്ട്, പിന്നിൽ സീതയും മാളും. അച്ഛാ, വേഗം ചന്തുവിനെ വിളിച്ച് പറയും മാളുവിന് വേദന തുടങ്ങിയെന്ന്. ഞങ്ങൾ അങ്ങോട്ട് വരുവാണെന്ന്. ഡോക്ടർ മേരി അവിടെ ഇല്ലേന്ന് ചോദിക്കേ. ജിത്തു വെപ്രാളത്തോടെ ചോദിച്ചു. ചന്തുവിനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ജിത്തു, സീത പറഞ്ഞു. വണ്ടി ഹോസ്പിറ്റലിൽ എത്തി നിന്നതും സ്ട്രെച്ചർ കൊണ്ട് നേഴ്സ് വരുന്നുണ്ടായിരുന്നു. മാളുവിന്റെ വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. മാളുവിനെ ലേബർ റൂമിലേക്ക് കയറ്റി. ചന്തു, മാളു. പേടിക്കേണ്ട ജിത്തുവേട്ടാ, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ മേരി ഉള്ളിലുണ്ട്, ഞാനും ഉണ്ട് ചേച്ചിക്ക് ഒപ്പം. ഒന്നും പേടിക്കണ്ട, ഇവിടെ തന്നെ ഇരുന്നോളൂ. ചന്തു അത്രയും ധൃതിയിൽ പറഞ്ഞ് ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് കയറി. മാളവിക, പുഷ്, കമോൺ, പുഷ്. ആ! ഒരലർച്ചയോടെ കുഞ്ഞു ഭൂമിയിലേക്ക് വന്നു. മാളു തളർന്നു വീണു. ഡോക്ടർ മേരി ആ കുഞ്ഞിനെ ചന്തുവിന് നൽകി. കൺഗ്രാറ്റ്സ് മാളവിക, ഇറ്റ്സ് എ ബേബി ഗേൾ. മാളു ചിരിച്ചു. അവൾ ചന്തുവിനെ നോക്കി. ചന്തു ആ പൊടിക്കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. കുഞ്ഞ് കണ്ണുകൾ മിഴിച്ച് ചന്തുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സിസ്റ്റർ, കുഞ്ഞിനെ വാഷ് ചെയ്യൂ. ചന്ദ്രിക, ടൈം നോട്ട് ചെയ്തില്ലേ? ഉവ്. സിസ്റ്റർ, ഞാൻ കൊണ്ടുപോയി കാണിക്കാം. പുറത്തുള്ളവരോട് പറഞ്ഞോളൂ. ലേബർ റൂം തുറന്നു. മാളവിക. ജിത്തു സിസ്റ്ററിന്റെ അടുത്തേക്ക് വന്നു. മാളവികയുടെ ഹസ്ബൻഡാണ്. മാളവിക പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നു. കുഞ്ഞിനെ ഇപ്പൊ കൊണ്ടുവരും. ജിത്തു സന്തോഷത്തോടെ ഹരിയെ കെട്ടിപ്പിടിച്ചു. മോനെ, വീട്ടിൽ വിളിച്ചു പറ. ആ. ജിത്തു ഫോണെടുത്ത് ഫാനുവിനെ വിളിച്ചു പറഞ്ഞു. ഹലോ ചെറിയമ്മേ, മാള് പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. ജിത്തു സന്തോഷത്തോടെ പറഞ്ഞു. ജിത്തുവേട്ടാ. ജിത്തു തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ചന്തുവിനെയാണ്. ജിത്തു ചന്തുവിന്റെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ കണ്ടു.
ഇളം പിങ്ക് നിറമുള്ള കുഞ്ഞ്. ചന്തു ജിത്തുവിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു. ഒരു ചെറു പേടിയോടെ കുഞ്ഞിനെ വാങ്ങി. അവളെ നോക്കി ചിരിച്ച് അവളുടെ നെറ്റിയെ ചുംബിച്ചു. മാളു ഉറങ്ങുക, കുറച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റും. ചന്തു കുഞ്ഞിനെ തിരികെ വാങ്ങിപ്പോയി. ജോലി സമയം കഴിഞ്ഞ് മാളുവിനെയും കുഞ്ഞിനെയും കാണാൻ ചന്തു പോയി. റൂമിലെത്തിയപ്പോൾ വാമനൂർ തറവട്ടിലെ എല്ലാവരും ഉണ്ട്. ചന്തു വായു. ചേച്ചി ഓക്കെ അല്ലേ? ചന്തു കുഞ്ഞിനെ നോക്കി. കക്ഷി സുഖമായി ഉറങ്ങുന്നു. വയറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആൺകുട്ടിയാണെന്നു. ഇതിപ്പോ ഒരു പെൺകുട്ടിയല്ലേ? അതെന്താ പെൺകുട്ടിയായാൽ? സീത ആ ചോദ്യം ഇഷ്ടപ്പെടാതെ ചോദിച്ചു. അല്ല, ഒരു ആൺകുട്ടിയാണെങ്കിൽ നന്നായിരുന്നു, കുടുംബത്തിനൊരു ബലമായേനെ. അതൊക്കെ ഓമനയ്ക്ക് വിവരമില്ലാത്തതുകൊണ്ട് തോന്നുന്നതാ. ജനിക്കുന്ന കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കണം. പിന്നെ ആണായാലും പെണ്ണായാലും കുറച്ച് മനുഷ്യപ്പറ്റ സ്നേഹവും വേണം. അതില്ലെങ്കിൽ പിന്നെ എല്ലാതും കണക്കാ. അതിന് ഉദാഹരണങ്ങൾ ഓമനയുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. സീത തുറന്നടിച്ചു പറഞ്ഞു. ഓമന ഒന്നും പറയാൻ പോയില്ല. ചന്തു ചെന്ന് മാളുവിന്റെ അടുത്തിരുന്ന് കുഞ്ഞിനെ എടുക്കാൻ നോക്കി. വേണ്ട, നീ എടുക്കാൻ നിൽക്കണ്ട. ഓമന പെട്ടെന്ന് തടഞ്ഞു. അതെന്താ ചന്തു കുഞ്ഞിനെ എടുത്താൽ? ജിത്തു ചോദിച്ചു. എന്റെ ജിത്തു, നിനക്ക് ഇത്ര ബോധമില്ലേ? ഇവൾ എത്ര രോഗികളുടെ അടുത്ത് പോയിട്ട് ആ കൈകൊണ്ടല്ലേ ഇപ്പൊ കുഞ്ഞിനെ എടുക്കുന്നത്? കുഞ്ഞിന് മാറാരോഗം വരാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അതുകൊണ്ട് ചന്തു കുഞ്ഞിനെ എടുക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. ഓമന വാശിയോടെ പറഞ്ഞു. എന്റെ കയ്യിലേക്ക് കുഞ്ഞിന് വെച്ച് തന്നത് ചന്തുവാണ്. ജിത്തുവേട്ടാ, ഒരു മിനിറ്റ്. വല്യമ്മേ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണ്. ഞാൻ ഗൈനക്കോളജിസ്റ്റാണ് ചെയ്യുന്നത്. നോക്കാറുള്ളത് ഗർഭിണികളെ. അതിനു മുന്നേ ഞാൻ MBBS എടുത്തിരുന്നു. ഞങ്ങൾ വെറുതെ പോയി പഠിച്ച് എക്സാം എഴുതുന്നതല്ല. ഞങ്ങളുടെ ശരീരം എപ്പോഴും വൃത്തിയായി ഇരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ രോഗികളെയും നോക്കുമ്പോഴും ആ കൂടെ വേറൊരു കാര്യം കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സും അതും വൃത്തിയായിരിക്കണം. മനുഷ്യ ശരീരങ്ങളെ കാണുമ്പോൾ ദുഷിച്ച ചിന്തകൾ പാടില്ല. വരുന്ന രോഗികൾക്ക് ഞങ്ങൾ ഈശ്വരന് തുല്യമാണ്, അവരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഞങ്ങളെ വൃത്തിയും വെടുപ്പും എന്താണെന്ന് വല്യമ്മ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ആദ്യം സ്വന്തം കയ്യിൽ നഖം പോയി വെട്ടാൻ നോക്ക്. അതിലെ കറുപ്പ് ചളി തന്നെ മതി കുഞ്ഞിന് അസുഖം വരാൻ. രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് തന്നെയല്ലേ വന്നത്? അല്ല, ഇന്നലത്തെ ദോശമാവിന്റെ ബാക്കി ഇപ്പോഴും കൈമുട്ടിലുണ്ട്. ഓമന ചൂളി നിന്ന് പോയി തന്റെ കൈമുട്ടിലുള്ള ദോശമാവ് തൂത്തു കളഞ്ഞു. ചന്തു കുഞ്ഞിനെ എടുത്തു നോക്കി. അമ്മായിയുടെ പൊന്നേ, ചക്കരേ. അവൾ കുഞ്ഞിനെ കൊഞ്ചിച്ചു. സാർ, കുഞ്ഞിന്റെ പേരും ഡീറ്റെയിൽസും വേണം. നഴ്സ് വന്ന് ജിത്തുവിന്റെ കയ്യിൽ ഫോം കൊടുത്തു. ജിത്തു അടുത്തു വന്നിരുന്ന പേനെടുത്തു. ജിത്തു, കുഞ്ഞിന്റെ പേര് നോക്കി വെച്ചിട്ടുണ്ടോ നിങ്ങൾ? ഹരി ചോദിച്ചു. ഞങ്ങൾ 1-2 കണ്ടുവച്ചിട്ടുണ്ട്, ജിത്തു പറഞ്ഞു. ഓ, അതൊന്നും വേണ്ട, ഞാനൊരു പേര് പറയാം, അതിട്ടാൽ മതി. ഓമന ചാടിക്കയറി പറഞ്ഞു. വിദ്യ, അത് മതി. വേണി വീണ വിദ്യ. കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. വിദ്യ എന്ന് മതി ജിത്തു. എന്നിട്ട് വേണം എന്റെ പെങ്ങന്മാരെ പോലെ എന്റെ മോളും ആവാൻ. അത് വേണ്ട. മാളും ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കും ആ പേര് ഇഷ്ടപ്പെട്ടു, അത് ഞങ്ങൾ ഇട്ടോളാം. അതെന്താ ഞാൻ പറഞ്ഞ പേരിട്ടാല്? എന്റെയും വേണിയുടെയും വീണയുടെയും പേര് ആരാ ഇട്ടത്? ഞാൻ. അല്ലാതെ വേറെ ആരാ ഇടേണ്ടത്? ഞാനല്ലേ നിങ്ങളെ 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവിച്ചത്? ആണല്ലോ. അതേപോലെ തന്നെ മാളും 10 മാസം ചുമന്നാ പ്രസവിച്ചത്. അപ്പോൾ അവൾക്കല്ലേ ഏറ്റവും കൂടുതൽ അവകാശം കുഞ്ഞിന് പേരിടാൻ? ജിത്തുവിന്റെ ആ ചോദ്യത്തിന് ഓമനയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. മോളെ മാളു, നീ പറ, എന്താ പേര്? ഹരി ചോദിച്ചു. ചാന്ദിനി. ചാന്ദിനി വിഷ്ണുജിത്ത്. നമുക്കിവളെ ചന്തു എന്ന് വിളിക്കാം. മാളുവിന്റെ തീരുമാനം കേട്ട് എല്ലാവരും അതിശയിച്ചു, പ്രത്യേകിച്ച് ചന്തു. വേണയും വീണയും ഓമനെ നോക്കി. എന്തു വന്നാലും സമ്മതിച്ചു കൊടുക്കരുതെന്ന്. അതൊന്നും വേണ്ട, വിദ്യ, ആ പേര് മതി. ജിത്തു, ആ ഫോം ഒന്ന് തന്നെ, ഞാൻ എഴുതിക്കോളാം. ഓമന പിടിവാശി കാട്ടി. ഹരി, നീ ഇപ്പൊ നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക്, നളിൻ രൂക്ഷമായി പറഞ്ഞു. വാ, എഴുന്നേക്ക് പോവാം. അച്ഛൻ എന്തിനാ അമ്മയെ കൊണ്ടുപോകുന്നത്? അമ്മയുടെ പേരക്കുട്ടിയല്ലേ, അമ്മയ്ക്കോ അവകാശമില്ലേ? വേണി ചോദിച്ചു. അവകാശവും അധികാരവും കാണിക്കേണ്ട മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ടല്ല. അതൊന്നും നിനക്കോ നിന്റെ അമ്മയ്ക്കോ അറിയില്ല. കാരണം നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ വാശി, നിങ്ങളുടെ ജയം. അങ്ങനെയുള്ള നിങ്ങളോടൊന്നും ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സ്വന്തം കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയാണ്. അത് അവരുടെ കുഞ്ഞാണ്. അവരുടെ കുഞ്ഞിന് എന്ത് പേരിടണം, എന്ത് വിളിക്കണം എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. ജീവിതത്തിൽ 1-2 പ്രാവശ്യമേ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടൂ. നിന്റെ അമ്മയ്ക്ക് 3 പ്രാവശ്യം അവസരം കിട്ടിയിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി മതി, ഇനി വേണ്ട. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ജിത്തുവേട്ടന്റെ കടമയല്ലേ? വീണ ചോദിച്ചു. ആണോ? എന്നൊരു കാര്യം ചെയ്, നാളെ നിങ്ങൾ വിവാഹം കഴിച്ച് കുട്ടികളാവില്ലേ? അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇട്ടാൽ മതി. അമ്മയുടെ എല്ലാ ആഗ്രഹവും ഏട്ടൻ മാത്രം നിറവേറ്റി കൊടുത്താൽ ശരിയാവില്ലല്ലോ. നിങ്ങളും നിറവേറ്റി കൊടുക്ക്. ഇവിടെ മാളുവിന്റെ അമ്മയും ഉണ്ടല്ലോ, അവര് പിടിവാശി പിടിച്ചോ അവർക്ക് ഇഷ്ടപ്പെട്ട പേരിട്ടാൽ മതി പേരക്കുട്ടിക്കെന്ന്? ഇല്ലല്ലോ. പകരം മകളുടെയും മരുമകനും ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. കാരണം അവർക്കറിയാം അത് അവരുടെ അവകാശമാണ്. നിന്റെ അമ്മയ്ക്കറിയില്ല, പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാ കൊണ്ടുപോകുന്നത്. ഇനി വല്ല സംശയമുണ്ടോ നിനക്ക്? ഹരി തന്റെ മക്കളോട് ചോദിച്ചു. അന്ന് വൈകുന്നേരം മാളുവിനെ ഡിസ്ചാർജ് ചെയ്തു. 28 അതിഗംഭീരമായി നടത്തി. 3-ാം മാസം കുഞ്ഞിനെ കൊണ്ട് മാളു വാമനൂർ തറവാട്ടിലെത്തി. ദിവസങ്ങൾ ആർക്കും കാത്തു നിൽക്കാതെ യാത്രയായി.
ചന്തുവിന് MD 1.5 വർഷമായി. ചാന്ദിനിയുടെ 1ാം പിറന്നാൾ ആഘോഷിച്ചു. ഉണ്ണിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ നടത്തി. പഴയ 4-കെട്ട് മോഡലായിരുന്നു വീട്. പാലുകാച്ചല് വളരെ അടുത്തുള്ളവരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. വീടിന്റെ ഉള്ളു കണ്ട് വാ പൊളിച്ചു പോയ 4 പേരുണ്ടായിരുന്നു. ഓമന, വേണി, വീണ, ദാക്ഷായണിയമ്മ. ദേവിയുടെ ഏട്ടനും ഭാര്യയ്ക്കും ക്ഷണമുണ്ടായിരുന്നു. ദാക്ഷായണിയമ്മ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ എതിർത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഉണ്ണിയുടെയും ഗൗരിയുടെയും വളർച്ച അവരെ വളരെയധികം ബാധിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അവർ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത് കാണണം. ആ കാഴ്ച കാണട്ടെ എന്ന് വിചാരിച്ച് തന്നെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എതിർക്കാത്തത്. മൈഥിലി ഇറങ്ങിപ്പോയ ശേഷം ദാക്ഷായണിയമ്മയുമായി യാതൊരു ബന്ധവും ദേവിയും കൃഷ്ണനും മനുവും വെച്ചു പുലർത്തിയില്ല. ഓമന ആ വീട് നോക്കി. തന്റെ മകൾ അനുഭവിക്കേണ്ടതല്ലേ ചന്തു അനുഭവിക്കുന്നത്? ആ ചിന്ത അവരെ നിരാശയാക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു. വേണിയാണെങ്കിൽ ഇത് എന്നായാലും എന്റേതാവും എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നു. വീണയാണെങ്കിൽ വേണിയുടെ ആയാലും തനിക്കും ഇവിടെ വരാലോ എന്നാണ്. ആ ദിവസം അവിടെ പ്രതീക്ഷിക്കാത്ത ക്ഷണിക്കാത്ത ഒരു അതിഥി വന്നു. ഭാർഗവൻ.